ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുകയാണ്. ഇന്ന് മാത്രമല്ല, എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് നല്ലതായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്ന് തരുന്ന മെസ്സേജ് അധികം ആളുകൾക്ക് ആർക്കും തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു മെസ്സേജാണെന്ന് തരുന്നത്. ഇന്ന് അങ്ങനത്തെ ഒരു മെസ്സേജ് തരണമെന്ന് തോന്നി. എന്തുകൊണ്ടാണ് നിങ്ങൾ വളരെയധികം തീവ്രമായി സ്നേഹിക്കുന്ന വ്യക്തികൾ നിങ്ങളെ വിട്ടു പോകുന്നത്? അതൊരു പക്ഷേ ഒരു പ്രണയബന്ധമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാരീഡ് ലൈഫിൽ ഡിവോഴ്സ് ആകുന്നതായിരിക്കാം, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ പിരിഞ്ഞു പോകുന്നതായിരിക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ വളരെയധികം സ്നേഹിക്കുന്ന ഈ വ്യക്തികൾ നമ്മളെ വിട്ടു പോകുന്നത് എന്നുള്ളതാണ്. അതിൽ 5 കാരണങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേതാണ്, ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈശ്വര ശക്തിക്ക് നമ്മളെ പറ്റിയൊരു പദ്ധതിയുണ്ട് എന്നുള്ളതാണ്. ആ പദ്ധതി അനുസരിച്ച് മാത്രമാണ് ഗോഡ് നമ്മളെ നടത്തുന്നത് എന്നുള്ളതാണ്. നമ്മൾ ആരുടെ ഒപ്പം ജീവിക്കണം, ആരോടൊപ്പമാണ് ജീവിതത്തിൽ മുന്നേറി പോകേണ്ടത്, നമുക്ക് അനുയോജ്യമായ വ്യക്തി ഏതാണ് എന്നുള്ളതെല്ലാം നമ്മൾ വിശ്വസിക്കുന്ന ആ ഈശ്വര ശക്തിയാണ് തീരുമാനിക്കുന്നത്. അനുയോജ്യമല്ലാത്ത ആളുകൾ നമ്മളുടെ അരികിൽ വന്നാൽ അത് നാം പ്രാർത്ഥിക്കുന്ന ആ ഈശ്വര ശക്തിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നല്ലവണ്ണം നടത്തണമെന്നാണ് ആ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അനുയോജ്യമല്ലാത്ത ആ വ്യക്തിയെ നമ്മളിൽ നിന്നും അകറ്റിക്കളയുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം ടോക്സിക് ആയിട്ടുള്ളൊരു കാരണമാണ്. അതായത് നമ്മുടെ ജീവിതത്തിലെ നമ്മൾ കൂടെ ജീവിക്കുന്ന വ്യക്തി, അത് പ്രണയമായാലും മാരീഡ് ലൈഫായാലും, അവർ ഒരു പക്ഷേ ടോക്സിക് പേഴ്സൺ ആയിരിക്കാം. നമ്മൾ അറിയാതെ ആയിരിക്കാം ആ വ്യക്തിയെ പരിചയപ്പെടുന്നതും ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതും. പോകെ പോകെ അവരുടെ ടോക്സിസിറ്റി അവർ പുറത്തെടുക്കുകയും നമ്മളെ ഉപദ്രവിക്കുകയും അവരുടെ കൈവശമുള്ള എല്ലാ വിഷവും നമ്മളുടെ നേരെ ചീറ്റുകയും ഒരിക്കലും നമ്മൾക്ക് മനസ്സമാധാനം തരാതെ നമ്മളെ വളരെ മോശകരമായ ഒരു അവസ്ഥയിലേക്ക് അവർ നയിക്കുകയും ചെയ്യും. ഇത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, അവർക്ക് വേറെ എവിടെയെങ്കിലും അവരുടെ ഹിതം നിറവേറ്റാനുണ്ട് എന്നുള്ളതാണ്. നമ്മളെ പിരിഞ്ഞു പോകുന്ന വ്യക്തിക്ക് വേറെ എവിടെയെങ്കിലും അവരുടെ ഹിതം നിറവേറ്റാനുണ്ട്. വേറെ കുറേ ആളുകളുടെ കൂടെ അവർക്ക് ജീവിക്കേണ്ടതുണ്ട്. അവിടെ അവരുടെ കർമ്മം ചെയ്തു തീർക്കാനുണ്ട്, അവരെ പരിചയപ്പെടാനുണ്ട്, അവരുടെ ഒരുപാട് സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അതൊരു വാസ്തവമാണ്. അതുകൊണ്ട് ദൈവം അവരെ വേറെ ഡയറക്ഷനിലേക്ക് നമ്മളിൽ നിന്നും പറിച്ചെറിയുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന വളരെ വേദനാകരമായിരിക്കും എന്നുള്ളതാണ്. ആർക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. ഈ വേദന ഹൃദയത്തിൽ പേറി നിരാശ പൂണ്ട ഡിപ്രഷനിലേക്കും സ്ട്രെസ്സിലേക്കും പോകുന്നവരുണ്ട്. പക്ഷേ അവരെന്തുമാത്രം വേദനിച്ചാലും ദൈവം അത് കണ്ടില്ല എന്ന് വെക്കും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സത്യം എന്നുള്ളത്, അനുയോജ്യമായ സമയത്ത് അവർ തിരിച്ചു വരും എന്നുള്ളതാണ്. നമ്മളുടെ അരികിലേക്ക് അവരുടെ കർമ്മം തീർത്ത് അവർ നമ്മളിലേക്ക് തന്നെ തിരികെ വരും എന്നുള്ളതാണ്. ആ സമയത്ത് അവരെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മളുടെ തീരുമാനമായിട്ട് ദൈവം നമുക്ക് വിട്ടു തന്നിരിക്കുന്നു എന്നുള്ളതാണ്. നാലാമത്തെ കാരണം എന്ന് പറയുന്നത്, നമ്മൾക്ക് അനുയോജ്യമല്ലാത്ത സമയത്തും നമ്മൾക്ക് നല്ല സാഹചര്യമല്ലാത്ത സമയത്തുമായിരിക്കും നമ്മൾ ഈ വ്യക്തികളെ കണ്ടുമുട്ടുന്നത്. അത് പ്രണയമായാലും മാരീഡ് ലൈഫായാലും. അപ്പോൾ അനുയോജ്യമല്ലാത്ത സമയമായതുകൊണ്ട് ദൈവം അവരെ നമ്മളിൽ നിന്നും അകറ്റി മാറ്റുന്നു എന്നുള്ളതാണ്. നമ്മുടെ മോശം സാഹചര്യം, നമ്മുടെ ജീവിത സിറ്റുവേഷൻ, ഇതൊക്കെ അനുയോജ്യമല്ലാത്തത് കൊണ്ട് ദൈവം മാറ്റുന്നു. അപ്പോൾ കാലം അനുകൂലമാകുമ്പോൾ എല്ലാം ശരിയാകും എന്ന് തന്നെ ആ ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അഞ്ചാമത്തെ, ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചാമത്തെ കാരണം എന്ന് പറയുന്നത്, വളരെ മികച്ചതെന്ന് തോന്നി, വളരെ അട്രാക്റ്റീവ് എന്ന് തോന്നി വിവാഹം കഴിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ഒരു പക്ഷേ നമ്മൾക്ക് അനുയോജ്യരല്ലായിരിക്കും. അവർ ഒരു കാലഘട്ടത്തിൽ നമ്മളിൽ നിന്നും അകന്നു പോകും എന്ന് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.